Hey guys, എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹായ്. ഞാൻ ഋഷി. ഞാൻ ശിവാനി. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയൊരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് പറയൂ. ഇന്ന് ഞങ്ങൾ ഡെയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഡെയർ ചെയ്യും. ഇവളോട് ഞാൻ ഒരു കാര്യം, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മുട്ടൻ പണി കൊടുക്കും എന്നും പറയാം. നമ്മളത് ചെയ്തിരിക്കണം. എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഞാൻ അവളെ എന്ത് ഡെയർ പറഞ്ഞാലും അവളും അത് ചെയ്തിരിക്കണം അല്ലെ? മസ്റ്റാണ്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് ചാൻസ് എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് റോക്ക് പേപ്പർ സിസർ കളിക്കും. റോക്ക് പേപ്പർ സിസറിനകത്ത് എക്സ്പേർട്ട് അതൊക്കെ നമ്മള് കുഞ്ഞിനെ കളിച്ചിട്ട്. അപ്പൊ റോക്ക് പേപ്പർ സിസർ നമ്മൾ കളിച്ചിട്ട് അതിനകത്ത് ഒരു ഫസ്റ്റ് തോൽക്കുന്ന ആളായിരിക്കും ഫസ്റ്റ് ഡയറിങ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ ഓക്കെ, ആർ യു റെഡി? ഓഫ് കോഴ്സ് ഐ ആം റെഡി. പറഞ്ഞാലും കേട്ടോളാം, ഡോണ്ട് ചിക്കൻ ഔട്ട്. തിരിച്ചും നമുക്കൊക്കെ എന്ത് അപ്പൊ പിന്നെ അപ്പൊ തുടങ്ങന്നെ അല്ല പിന്നെ. ഓക്കെ എന്നാ വാ തുടങ്ങാ. ഇപ്പഴേ പറഞ്ഞേക്കാം, ഞാൻ ഒറ്റ മോഡ് എനിക്ക് എന്തേലും പറ്റിയ അച്ഛനും അമ്മയടുത്തും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണോ? നമ്മൾ ആലോചൊന്നും പോകില്ല, നീ എന്നെ കൊല്ലണ്ട. ഓക്കെ അപ്പൊ നമുക്ക് അപ്പൊ എന്താ റോക്ക് പേപ്പർ സിസർ അല്ലേ? ഓക്കെ റെഡി, കളിക്കാം. റെഡി, റോക്ക് പേപ്പർ സിസർ. അപ്പൊ ഫസ്റ്റ് എനിക്കാണ് ചാൻസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ, നീ ഒരു കടയിൽ കയറണം. കടയിൽ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യണം. നീ ആ ഗ്ലാസ് തട്ടി നോട്ട് ഫെയർ. നീ ചെയ്യണം. ആ കടയിൽ കയറി നീ ആ സാധനം ഓർഡർ ചെയ്ത് നീ മനഃപൂർവ്വം തട്ടി പൊട്ടിക്കണം. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, ഇറ്റ് ഡസന്റ് മാറ്റർ, ടേക്ക് യുവർ ടൈം, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ആർ യു റെഡി ടു ഫേസ്? ഓക്കേ, ദേ നമ്മൾ ഇന്ന് കേറാൻ പോണത് നമ്മുടെ സ്വന്തം ഹസ്റ്റോലാണ്. എന്നാ കാണിക്കേട്ടാ. അടി വാങ്ങാൻ മതിയായിരുന്നു. ടെൻഷനുണ്ടല്ലേ? ബോധം കിട്ടി വീഴോ? ഫെയിൻ്റ് ആവോ? ദൈവമേ, ഒരു ചൂട് ഗ്ലാസ് ഇടാൻ പറഞ്ഞപ്പോ ഇത്രയും. അപ്പൊ ഒരു കോഫിയൊക്കെ അരമണിക്കൂർ ഓർഡർ ചെയ്തിരുന്നിട്ട് വിട്ടാണ്. ശിവാനി അടി, നീ ടെൻഷൻ അങ്ങനെ മുഖം മാറ്റില്ല. സൈഡിലോട്ടൊക്കെ ആ കൈ വെച്ചിട്ടത്. ശരി ശരി, എൻ്റെ അമ്മ എനിക്ക് ടെൻഷനാണ്, അതുകൊണ്ടാണ് ഞാൻ മുന്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. സൈഡിലോട്ടൊക്കെ ടെൻഷനാവുണ്ടല്ലേ? ബോധം കിട്ടി വീഴോ? ഫെയിൻ്റ് ആവോ? ദൈവമേ, ഒരു ചൂട് ഗ്ലാസ് ഇടാൻ പറഞ്ഞപ്പോ ഇത്രയും. അപ്പൊ ഒരു കോഫിയൊക്കെ അരമണിക്കൂർ ഓർഡർ ചെയ്തിരുന്നിട്ട് വിട്ടാണ്. ശിവാനി അടി, നീ ടെൻഷൻ അങ്ങനെ മുഖം മാറ്റില്ല. സൈഡിലോട്ടൊക്കെ ആ കൈ വെച്ചിട്ടത്. കണ്ണുമുട്ടി ഒന്നും നോക്കണ്ട. 5 6 7 ഗോ. സോറി കരയല്ലേ, മിണ്ടണ്ടി. ചിരിക്കല്ലേ, മിണ്ടറി. ശിവാനി, വാട്ട് ഈസ് ദിസ്? ദൈവമേ, കുടിക്കണ ഗ്ലാസ്സിൽ ഞാൻ ചില്ലെടുത്തിടാൻ പോയി പൊണ്ടറങ്ങാനായിട്ട്. ഓക്കെ ഓക്കെ അല്ല, എന്തായാലും ഗ്ലാസ് പൊട്ടിക്കണ അത്രയും പണിയൊന്നും ഇല്ലാന്നറിയാം. കാരണം നിനക്ക് ഉളുപ്പും മാണൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അല്ലേ? ഓക്കെ, every dog has a time. ആ ടൈം വരും. അപ്പോൾ സമ്മതിച്ചു അവളൊരു ഡോഗ് ആണെന്ന്. of course, dog ചേട്ടന്റെ നീതി ഡോഗ് നീതിയേ ഉള്ളൂ. ഓക്കെ പെട്ടെന്നാവട്ടെ. Ready? Are you ready for the next game? Yeah? Okay. Rock, paper, scissors.
സീസറാണ് അല്ലാണ്ട് പല്ലു വെച്ച് അടിക്കാനല്ല. എന്തൊരു ആർത്തി നോക്ക്. അപ്പൊ സംഗതി ഇത്രേ ഉള്ളൂ. നമ്മൾ പോണ വഴിക്കൊരു ബീച്ച് ഉണ്ട്. ചേട്ടൻ ആ ബീച്ചിൽ കയറുന്നു, നമ്മൾ മണല് മാറ്റുന്നു, ചേട്ടൻ അതിന്റെ അകത്ത് ഇരുത്തുന്നു. അതായത് നമ്മൾ മണലിനകത്ത് ചേട്ടനെ കുളിച്ച് നിർത്തുന്നു. ഇത്രയും വരെ വേറെ ഒന്നും കിട്ടിയില്ല ഗൈസ്. ബീച്ചിനകത്തിട്ട് മൂടണം. ഐ അക്സെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ മുടിയൻ ചേട്ടനെ കാണാൻ പോവുകയാണ്. നമുക്ക് മുടിയൻ ചേട്ടനെ കാണാം. മുടിയൻ ചേട്ടാ, ഇപ്പത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാമോ? ഓരോ ടാസ്ക് എന്നിട്ട് ഒരുമാതിരി ടാസ്ക് എന്നിട്ട് അവസ്ഥയാ. ഇതെന്ത് ചേട്ടന്റെ പ്രതിഭ വല്ലതും ഉണ്ടാക്കണ? ഞാൻ നിന്ന വേനിക്കോ? ഞാൻ ഇതിന് പുറത്ത് നിന്ന വേനിക്കോ? ചേട്ടൻ നന്നായിട്ട് കൂടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവിടെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോഴാണ് ഫ്രെയിം ഫുള്ളായത്. ഒന്നുകൂടെ വിശദീകരിക്കാമോ? ഇപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥയാ? നിന്നെ ഇതിനകത്ത് കുഴിച്ചിട്ടിട്ട് നിന്റെ തലക്കൂടി മണ്ണിടണം. അതാണ് എന്റെ ഇപ്പോഴത്തെ. എടി എനിക്ക് അടങ്ങാൻ പറ്റുള്ള. ചുണ്ടിന് മുകളിൽ റൈറ്റ് സൈഡില് ഇവിടെ ചൊറിഞ്ഞ ഇവിടെ ഇവിടെ മുകളില് ഇവിടെ റൈറ്റ് സൈഡിലടി. ആ അടിപൊളി. ഒബ്ജക്റ്റാ? റെയർ ഒബ്ജക്റ്റ്. റെയർ ഒബ്ജക്റ്റാ? ആ സത്യമാടി റെയർ ഒബ്ജക്റ്റ്. 1 ഫോട്ടോ ₹50. എന്താണ്? ഒരു ഫോട്ടോക്ക് 50 രൂപ. എടി എടി മൂക്കിനകത്തോ? ചൊറിയണത് അപ്പുറത്ത്. ഇവിടെ നമ്മുടെ മോളില്. ഇവിടെ മോളിൽ ഇവിടെ. എവിടെ? അപ്പോൾ ക്യാമറമാൻ ശ്രീരാജേട്ടനോടൊപ്പം തത്സമയം ശിവാനി സൈനിങ് ഓഫ്. ഓക്കെ, അപ്പൊ ഈ ചേട്ടന്മാരാണ് നമുക്ക് മുടിയൻ ചേട്ടനെ കുഴിച്ചതിനകത്ത് ഇരുത്താനായിട്ട് സഹായിച്ചത്. എന്നെ കുഴിച്ച് കിടത്താൻ സഹായിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. സിജേഷ് വിനോദ്. ഓക്കെ, അപ്പൊ രണ്ടാൾക്കും താങ്ക് യു. അതെ, ഒരു പ്രാവശ്യം കൂടി ചിലപ്പോൾ വേണ്ടി വരുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഇതിനെ കുഴിച്ചാട് ഇതിന്റെ തല പോലെ ഇതിന്റെ മൊത്തത്തിൽ അങ്ങ് കുഴിച്ചേക്ക്. നല്ല ശ്വാസം മുട്ടി കേട്ടാ. ഞാൻ സത്യം പറയാൻ അതിനകത്ത് കിടക്കുമ്പോ ഒന്നും ആലോചിക്കണില്ല. അപ്പൊ കൈയൊക്കെ ലൂസാക്കി വെച്ചിരിക്ക. പൊക്കാൻ നോക്കിയപ്പോ പൊക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ ശ്വാസം മുട്ടുന്നത്. അവിടെയുള്ള ചേട്ടന്മാരെന്താ എന്റെ അടുത്ത് പറഞ്ഞറിയോ? ഇത്ര ധൈര്യം ഉണ്ടല്ലോ തട്ടിപ്പോണ്ടെന്ന്. എടി അങ്ങനെ ഒന്നും നിൽക്കാൻ പാടില്ല ഒരിക്കലും. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അടുത്ത കളിക്കാ. ഈ പ്രാവശ്യം നിനക്കിട്ട് പണിയാടി. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ. യെസ്. I have no feelings. അപ്പൊ അടുത്ത ടാസ്ക് പറയട്ടെ. അടുത്ത ഡെയർ എന്താ വെച്ച് കഴിഞ്ഞാ, നീ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ആൾക്കാരത്ത് പോയിട്ട് നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് നമ്മള് വീഴൂലേ? നീ വീഴുമ്പോ ഞാൻ പിടിക്കുമല്ലോ, നമ്മൾ ചെയ്യാറില്ലേ? ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വീഴുമ്പോ പിടിക്കണം. നമുക്ക് നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി. അത് ട്രസ്റ്റ് ഫോൾ എന്ന് പറയും. അതിനെ ട്രസ്റ്റ് ഫോൾ. അപ്പൊ അത് നീ റാൻഡം ആയിട്ടുള്ള ആൾക്കാരത്ത് പോയിട്ട് ചേച്ചി ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട് വീഴണം. ഓക്കെ, അപ്പോൾ എന്താ ഡെയറിന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. ഇനി ക്യാമറ എടുത്തിട്ട് അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ചേച്ചി, ഞാൻ ചേച്ചി വിശ്വസിക്കാം. ഞാൻ വീഴാണെങ്കിൽ ചേച്ചി പിടിക്കുമോ? ചേച്ചി ചേച്ചി ഞാൻ ചേച്ചി വിശ്വസിക്കുകയാണ്. ഞാൻ വീഴുമ്പോ ചേച്ചി പിടിക്കുമോ? ചേച്ചി താങ്ക് യു.
ചേച്ചി ഞാൻ ചേച്ചി വിശ്വസിക്കുന്നു. ഞാൻ വീണ ചേച്ചി പിടിക്കുവോ? ഇല്ല ഒന്നും പറ്റില്ല, കുഴപ്പമില്ല. അമ്മച്ചി ചേച്ചി ഞാൻ ചേച്ചി വിശ്വസിക്കും. ചേച്ചി ഞാൻ വീണ എന്നെ പിടിക്കുവോ? ചേച്ചി ഒന്നുമില്ല, ഒരു ഡെയറായിരുന്നു. ഞാൻ വീഴുമ്പോ ചേച്ചി എന്നെ പിടിക്കുമോ നോക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓ അങ്ങനെ. ചേട്ടാ ഞാൻ ചേട്ടനെ വിശ്വസിക്കാം. ഞാൻ വീഴുവാണെങ്കിൽ ചേട്ടൻ പിടിക്കുവോ? ചേച്ചി ഞാൻ ചേച്ചിയെ വിശ്വസിക്കാം. ഞാൻ വീണ ചേച്ചി പിടിക്കുവോ? അമ്മേ ചേട്ടാ ഞാൻ ചേട്ടനെ വിശ്വസിക്കും. ഞാൻ വീണ ചേട്ടൻ പിടിക്കുവോ? ചേട്ടാ ഞാൻ ചേട്ടനെ വിശ്വസിക്കുന്നു. ഞാൻ വീണ ചേട്ടൻ പിടിക്കുവോ? ഇല്ല വലിയ കുഴപ്പമുണ്ടാവില്ല. ജാക്കതു ഞാനേ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അപ്പൊ ദൂരത്തിരുന്ന് കാണണായിരുന്നു. ഓക്കെ ആയിരുന്നാ? പാവ എന്റെ കൊച്ചൊരു ഡെയറിന് വേണ്ടി എന്തൊക്കെയാ ഡെയർ കംപ്ലീറ്റഡ്. പേനുണ്ട് അടി മുതുക് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യല്ലോ. നീ പുലി അടി പുലി. റോക്ക് പേപ്പർ സിസർ. അടുത്ത എന്തുവാ പറ. അപ്പൊ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ അപ്പൊ നമ്മുടെ ഡെയർ ഇതാണ്. മുടിയൻ ചേട്ടനെ നമ്മൾ ഈ കൊട്ടയിൽ നിർത്തി നമ്മൾ ഒന്ന് പൊക്കും. വളരെ സിമ്പിൾ അല്ലേ ചേട്ടാ? എന്താ പറയാ, ഭാവങ്ങൾ മിന്നി മറയുന്നു. ഇതിന്റെ ഇടയിൽ JCB ഒക്കെ സെറ്റ് ആക്കി അല്ലേ? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇതിനകത്ത് കാണിക്കണം, ബാക്കി അവർ ചെയ്തോളും. ചേട്ടൻ പൊക്കോ? പൊക്കും. എത്ര പേര് പൊങ്ങും വേണ്ടത്? ചേട്ടാ പൊക്കൊന്നും കാണിക്കണ്ട, കേറി നിന്നാ മതി. We want live reaction. ഇത് പൊക്കുമ്പോ പയ്യനെ പൊക്കണേ? ഇല്ലില്ല, മിസൈൽ വിടുന്ന പോലെ ഞങ്ങൾ പൊക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വളരെ സമാധാനം തോന്നുന്നുണ്ടോ? എനിക്ക് ഹൈറ്റ് പേടിയാ. കുഴപ്പമില്ല. എന്നാലും ഇത് എത്ര പേര് പോകും ഏകദേശം? ഏകദേശം തെങ്ങിനേക്കാൾ ഇത്തിരി പോകട്ടോ, അത്രേ പോകത്തുള്ളൂ, കൂടുതൽ പോകത്തില്ല. നിങ്ങൾ ഇത് കേൾക്കണം, വണ്ടർലയില് ഡ്രൈ റൈഡ്സിൽ ഒന്നും കേറാത്ത ഒരു മനുഷ്യനാണ് എടി നാണം കെടുത്തല്ലേ. ഒരു 2 നില ബിൽഡിംഗ് ഒക്കെ അവര് പൊട്ടിക്കത്തില്ലേ, അപ്പൊ അത്രയും പോവും. താഴോട്ട് നോക്കണ്ട. എത്ര ബിൽഡിംഗ്? എത്ര? 2 നില ബിൽഡിംഗ്. ഇല്ല 2 നില പോയില്ലല്ലോ ചേട്ടത്. എത്ര മതി മതി. ഇല്ല നിർത്തല്ലേ ചേട്ടാ, ഇത്തിരി പൊങ്ങോ. അയ്യോ ഒന്ന് എണ്ണിച്ചെന്നേ. എന്തിനാ ഞാൻ എണീച്ചു നിക്കില്ല. ഇല്ല ഞാൻ നിക്കില്ല. ഇപ്പൊ നിലത്തിടുവേ. പിന്നെ നിലത്തിടും. ചേട്ടാ ഒന്ന് നിലത്തിട്ടെ. അയ്യേ ഞാൻ എന്താ മറ്റേ എടി എടി നീ പോടിയാണത് ഇങ്ങനെ കാണിക്കണെന്ന്. ചേട്ടൻ തെങ്ങ് അല്ല മരം അല്ല കൊമ്പ്. മതി 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 മതി. എടീത് വീകാരാഞ്ചല്ലത് പൊക്കി താത്തി കളിക്കാൻ. ഏടി ശിവാനി നിരത്തിറക്കാൻ പറ. അവിടെ വരെ കൊണ്ടുപോ. മതി മതി മതി. തലമണ്ട അടിച്ചു വിളിക്കാൻ തോന്നുന്നുണ്ട്. മതി, ഡെയർ കഴിഞ്ഞ്. ഡൺ. ഡെയർ ഇസ് ഓവർ. കൈ എന്തിനു പറഞ്ഞത്? കൈ മതി മതി മതി. ഇതൊക്കെ എന്താണ് ഒരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ സഹോദര? അടുത്ത ഡെയർ നിനക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത ഡെയറിലോട്ട് പോവാം. സ്റ്റോൺ പേപ്പർ സീസർ. നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ നിനക്ക് ഞാനൊരു 10 പേന മേടിച്ചു തരും. അപ്പൊ 10 പേനെന്ന് 5 പേന നീ വിൽക്കണം. അപ്പൊ നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആവും. ദാറ്റ്സ് യുവർ ഡെയർ. ചേച്ചി ഒരു പേന വാങ്ങാവോ? 5 രൂപയേ ഉള്ളൂ പ്ലീസ്. താങ്ക് യു ചേച്ചി. ഓക്കെ
പേന വാങ്ങാവോ പ്ലീസ്? 5 രൂപ ഉള്ളൂ. അത് 10 രൂപയല്ലേ ചേച്ചി, 2 എണ്ണം വെച്ചു. ഓക്കെ, ഒരു പേന വാങ്ങിയേക്ക്. അയ്യോ ഒരു പേന വാങ്ങിയേക്ക്. 5 രൂപ ഉള്ളൂ. ആ എനിക്ക് നോട്ട് കഷ്ടപ്പെടണം. ഓർമ്മ കൂടി പിടിച്ചു തന്നാ. ഓക്കെ താങ്ക് യു. ചേച്ചി ഒരു പേന വാങ്ങാവോ? ഈ ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. 5 രൂപ ഉള്ളൂ, വാങ്ങ് പ്ലീസ്. കഷ്ടമുണ്ട് ചേച്ചി. ചേച്ചിക്ക് നിർത്ത സ്നേഹമുണ്ട്. താങ്ക് യു. അയ്യോ എൻ്റെ കയ്യിലില്ല. ചേച്ചി 2 എണ്ണം എടുത്തോ. താങ്ക് യു ചേച്ചി. ചേട്ടാ ഒരു പേന വാങ്ങുമോ? 5 രൂപ ഉള്ളൂ. ഒരു പേന വാങ്ങുമോ? 5 രൂപ ഉള്ളൂ. 10 രൂപ ഉണ്ടോ? ഈ പേന ഒന്ന് വാങ്ങാ ചേട്ടാ. ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ, പ്ലീസ്. ചേട്ടാ ഒരു പേന വാങ്ങോ? ചേട്ടാ ഒരു പേന എന്തിനാ എഴുതാനല്ലേ? വാ ചേട്ടാ വാങ്ങ് ചേട്ടാ പ്ലീസ്. ചേച്ചി ഒരു പേന വാങ്ങോ? 5 രൂപയേ ഉള്ളൂ പ്ലീസ്. ചേച്ചിക്ക് ഭാവിയിൽ എഴുതാലോ, അതെ കൊച്ചിനൊക്കെ എഴുതാലോ. ഭാവിയിൽ എഴുതാലോ, കൊച്ച് വളർന്നാലും കൊച്ചാകുമ്പോ എഴുതി കൂടെ, പിന്നെ അത് അങ്കിൾക്കൊക്കെ എഴുതി കൂടെ. ഒന്ന് വാങ്ങി ചേച്ചി. 5 രൂപ ഉള്ളൂ ചേച്ചി. ചേഞ്ച് ഉണ്ടോ? 20 രൂപയോ? പ്രൊമോഷൻ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഡെയർ ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ നല്ലൊരു പടി എന്തായാലും നമ്മളത് പാലിച്ചില്ലേ പറ്റൂ. അപ്പൊ ഏട്ടാ താങ്ക് യു. പോട്ടെ. 5 എണ്ണം വിൽക്കാൻ പറഞ്ഞു, പകരം 10 എണ്ണം ഞാൻ വിറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ പൂവല്ലേ മോനെ ദിനേശ. ഈ ജാട കാണണമല്ലോ ദൈവമേ. എന്താ ഈ കാര്യങ്ങളൊക്കെ? അല്ല ബ്രദർ എത്രണ്ണാണ് വിൽക്കാൻ പറഞ്ഞത്? ഞാൻ 5 എണ്ണമാണ് വിൽക്കാൻ പറഞ്ഞത്. സംഗതി പറഞ്ഞു ഫുള്ളും വിറ്റല്ലേ? നീ ഫുള്ളും വിറ്റില്ലേ? 10 വിറ്റില്ലേ? 10 വിറ്റു. ഐ എം പ്രൗഡ് ഓഫ് യു. നിന്നെ സമ്മതിക്കണം. നിന്നെ എവിടെ കൊണ്ടിട്ടാലും ഇവള് ജീവിച്ചോളൂ. ഇതിപ്പോ എനിക്ക് വീട്ടിൽ നിർത്തിയിരുന്നത്, ഇവളങ്ങ് പണിക്ക് വിട്ട് ഞാൻ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാലോ. എടി എന്നെ സഹായിക്കില്ല. എനിക്ക് വല്ലതും ഇപ്പൊ ഞാൻ തളർന്നൊക്കെ വയ്ക്കാൻ സഹായിക്കില്ലേ? എന്തായാലും നീ സംഭവം അടിപൊളിയായി അല്ലേ? തൊലിക്കട്ടി സമ്മതിക്കണം. മീനമ്മ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ വീട്ടിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല, ഇവള് പണിയെടുക്കും. അപ്പൊ ഇന്നത്തെ ഡയറിങ് കഴിഞ്ഞു. ഒന്ന് അടിപൊളിയായിരുന്നു അല്ലേ? നന്നായിട്ട് ഇവളുടെ നടു കുറച്ച് വീണ് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ മണ്ണ് നത്തിരുന്ന് ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു. JCBയിൽ എന്നെ കുറച്ച് പൊക്കിയിട്ട് എൻജോയ് ചെയ്യിപ്പിച്ചു. ശരിക്കും പറഞ്ഞ ഒരുപാട് ഫിയറുകൾ ഓവർകം ചെയ്തു കേട്ടോ, ഞാനും ചേട്ടനും. എനിക്ക് ഫിയർ എന്ന് പറഞ്ഞാ ചെറുതായിട്ട്, പിന്നെ ആൾക്കാരെ ഫിയർ ഇല്ല, പക്ഷെ ചെറുതായിട്ട്. എന്തൊക്കെയാലും എനിവേ അടിപൊളിയായിരുന്നു. അപ്പൊ വീണ്ടും സന്ധിക്ക് വേറെ അടുത്ത വീഡിയോയിൽ കാണാം.